നിങ്ങൾ ദീൻ ഖുർആനും ഹദീസും മനസ്സിലാക്കുക. ചില ആളുകൾ പറയും, കണ്ടില്ലേ മൗലവീദ മുശ്രിക്കീങ്ങളെ കുറിച്ച് പറഞ്ഞ ഖുർആനായത്തൊക്കെ നമ്മളെ പറ്റിയാണ് പറയുന്നത്. മുശ്രിക്കുകളെ പറ്റി പറഞ്ഞ ആയത്ത് അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചതല്ലേ, ഞങ്ങൾ ഔലിയാക്കന്മാരോടല്ലേ തേടുന്നത്, ഞങ്ങൾ നബിമാരല്ലേ വിളിക്കുന്നത്, ഞങ്ങൾ ഒരിക്കലും വിഗ്രഹങ്ങളെ മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു മുസ്ലിങ്ങൾ എവിടെ എത്തി? അങ്ങനെ പറഞ്ഞു മുസ്ലിങ്ങൾ എവിടെ എത്തി? ഇന്നലെ രണ്ടാഴ്ച മുൻപ് ഒരു വെളിച്ചപ്പാടിന്റെ മുന്നിൽ പോയി ഒരു പർദ്ദട്ട സ്ത്രീ പറയാണ് കാര്യങ്ങൾ വിഷമങ്ങൾ പ്രയാസത്തിലാണ് എന്ന്. അങ്ങനെ പൈസ കൊടുത്തിട്ടാകുമ്പോൾ എന്നോട് വിഷമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞു. എനിക്ക് എന്താ ഇപ്പം വിഷമം ഇല്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു പേടിക്കണ്ട, ഇങ്ങനെ മുത്തപ്പനുണ്ട് കൂടെ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് എൻ്റെ വിഷമം ഓർത്തിട്ട് എനിക്ക് ഇങ്ങനെ സങ്കടം വന്നു പോയത്. സ്ത്രീ പറഞ്ഞതാണ്, എന്റെ നിങ്ങളെ വിശ്വാസപ്രകാരം ആയിക്കൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ശിർക്ക് സംഭവിക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയല്ലേ നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ഇലാഹായ അല്ലാഹു അല്ലാതെ മറ്റൊരാളും ഇല്ല എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ആരെയും വിളിക്കാമെന്നല്ലേ നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത്? ഇന്നിതാ മുസ്ലിമീങ്ങളായ സ്ത്രീകൾ അവർ വെളിച്ചപ്പാടിന്റെ മുന്നിൽ പോയി കാര്യം ചോദിക്കും, എങ്ങനെ നിങ്ങൾ പറയും ഇത് ശിർക്കാണ് എന്ന്? എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന്?